ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ്സിലെ ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, അതേപോലെ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, മോളാർ മാസ്, മോൾ കൺസെപ്റ്റ് എന്താന്ന് പഠിച്ചു, AMU അറ്റോമിക് മാസ് യൂണിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഇതിന്റെ കാൽക്കുലേഷനെ പറ്റിയാണ്. നമ്പർ ഓഫ് മോൾസ് കാണാൻ പ്രോബ്ലംസ് ചോദിക്കാം. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് ഈസ് നൊട്ടേറ്റഡ് ബൈ N. Number of moles N is equal to given mass in gram W divided by molar mass M. That is N is equal to W by M. നമുക്ക് നമ്പർ ഓഫ് മോൾസുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ആൻഡ് മോളിക്യൂൾസ് ഇൻ 9 gram വാട്ടർ. 9 gram വാട്ടറിനകത്തുള്ള നമ്പർ ഓഫ് മോൾസും കാണണം, നമ്പർ ഓഫ് മോളിക്യൂൾസും കാണണം. നമ്പർ ഓഫ് മോൾസ് ആണുള്ള ഇക്വേഷൻ ആണ് N is equal to W by M. That is given mass in gram divided by molar mass. Here the given mass is 9 gram. That is 9 divided by, for water molecule the molar mass is 18. Therefore 9 by 18 is equal to 1 by 2 is equal to 0.5 mole. That is the value of number of moles. Okay, we have to determine the number of molecules also. നമുക്കറിയാം ഒരു മോൾ ഏതൊരു സബ്സ്റ്റൻസിനകത്തും എത്ര മോളിക്യൂൾസ് ഉണ്ട്? 6.022 into 10 raised to 23. അപ്പോൾ 0.5 മോളില് എത്ര മോളിക്യൂൾസ് വരും? എന്ത് ചെയ്യണം? ഈ 0.5 മോളിന് 6.022 into 10 raised to 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Therefore number of molecules is equal to 0.5 into Avogadro's constant notated by Na. That is 0.5 into 6.022 into 10 raised to 23. ഇത്രയും മോളിക്യൂൾസ്. Second question, 3.2 gram oxygen. Here also we have to find out the number of moles and molecules. Number of moles, N is equal to W divided by M. Here W is equal to 3.2 divided by, we know that for oxygen molecule the molar mass is 32. That is 3.2 divided by 32 is equal to 0.1 mole. Number of molecules is equal to 0.1 number of moles into Avogadro's constant, that is 6.022 into 10 raised to 23. This much molecules. The next question, calculate the number of moles of oxygen in 18 gram glucose. 18 gram glucose C6H12O6 നുള്ള ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് കാണണം. ഇവിടെ നമ്മൾ ആദ്യം ഈ 18 gram ഗ്ലൂക്കോസ് പറയുമ്പോൾ അത് എത്ര മോളെന്ന് കണ്ടുപിടിക്കുക. Therefore number of moles of glucose കാണുന്ന ഇക്വേഷൻ ഏതാ? given mass in gram divided by molar mass. That is here the given mass is 18 gram divided by ഗ്ലൂക്കോസിന്റെ മോളാർ മാസ്, അറ്റോമിക് മാസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 180 എന്നാണ്. Therefore 18 divided by 180, that is 1 by 10 is equal to 0.1 mole. അതായത് 18 gram ഗ്ലൂക്കോസ് പറയുമ്പോൾ 0.1 mole ആണ്. നമുക്കറിയാം 1 mole ഗ്ലൂക്കോസിൽ 6 moles കാർബൺ ആറ്റംസ് ഉണ്ട്, 12 moles hydrogen atoms ഉണ്ട്, 6 mole oxygen atoms ഉണ്ട്. That is 1 mole glucose contain 6 moles of oxygen. 6 moles of oxygen atoms. Therefore 0.1 mole glucose contains 0.1 mole glucose contains 0.6 moles of oxygen, which is equal to 0.6 into Avogadro's constant, that is 6.022 into 10 raised to 23 oxygen atom. Therefore 18 gram glucose contains 0.6 into 6.022 into 10 raised to 23 oxygen atom. One more questions, which of the following contains more number of molecules? 1 gram water, 1 gram carbon dioxide, 1 gram hydrogen, 1 gram oxygen. ഇതിൽ എവിടെയാണ് കൂടുതൽ നമ്പർ മോളിക്യൂൾസ് ഉള്ളത്? ഈ 4 ഓപ്ഷനകത്തും മാസ് 1 gram വീതമാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഇവിടെ മാസ് സെയിം ആണ്. ഈ 4 ഓപ്ഷനകത്തും മാസ് സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ ആർക്കാണോ മോളാർ മാസ് കുറവ് അവിടെ ആയിരിക്കും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വാട്ടറിന്റെ കേസിൽ നമുക്കറിയാം മോളാർ മാസ് 18 ആണ്. കാർബൺ ഡയോക്സൈഡിന്റെ കേസിൽ മോളാർ മാസ് 44 ആണ്. ഹൈഡ്രജന്റെ കേസിൽ മോളാർ മാസ് 2 ആണ്. ഓക്സിജന്റെ കേസിൽ മോളാർ മാസ് 32 ആണ്. അത് അങ്ങനെ ആകുമ്പോൾ ഏറ്റവും കുറഞ്ഞ മോളാർ മാസ് ഉള്ളത് എവിടെയാ? ആർക്കാണ്? ഹൈഡ്രജന്. അതുകൊണ്ട് ഇതായിരിക്കും അവിടുത്തെ ആൻസർ. ദാറ്റ് ഈസ് 1 gram ഹൈഡ്രജൻ.
നെക്സ്റ്റ് ഒരു ടേം ആണ് പെർസെന്റേജ് കോമ്പോസിഷൻ. വാട്ട് ഈസ് ബൈ പെർസെന്റേജ് കോമ്പോസിഷൻ? പെർസെന്റേജ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പെർസെന്റേജ് ഓഫ് ഈച്ച് എലമെന്റ് പ്രസന്റ് ഇൻ 100 gram ഓഫ് ദി സാമ്പിൾ. നമ്മൾ 100 gram ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഓരോ എലമെന്റും എത്ര പെർസെന്റേജ് വീതം ഉണ്ട് എന്ന് വിളിക്കുന്ന പേരാണ് പെർസെന്റേജ് കോമ്പോസിഷൻ. പെർസെന്റേജ് കോമ്പോസിഷൻ മറ്റൊരു പേരാണ് മാസ് പെർസെന്റ് എന്ന് പറയും. ഓഫ് ആൻ എലമെന്റ് ഈക്വൽ ടു mass of that element in the compound into 100 divided by molar mass of the compound. ഒരു കോമ്പൗണ്ടിനകത്തുള്ള ഓരോ എലമെന്റ്സിന്റെയും പെർസെന്റേജ് കോമ്പോസിഷൻ കാണുന്ന ഇക്വേഷൻ ആണ് പെർസെന്റേജ് കോമ്പോസിഷൻ ഓർ മാസ് പെർസെന്റ് ഓഫ് ആൻ എലമെന്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദി എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട് ഇൻടു 100 ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട്. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ we can determine the empirical and molecular formula of a compound by using percentage composition. ഒരു കോമ്പൗണ്ടിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ അറിയണമെങ്കിൽ നമുക്ക് അതിന്റെ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കണ്ടുപിടിക്കാം. എന്താണ് എംപിരിക്കൽ ഫോർമുല? ഓക്കെ, എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് that gives only the ratio of different elements present in that compound. ഒരു കോമ്പൗണ്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ എലമെന്റ്സിന്റെയും റേഷ്യോവിനെ മാത്രം കാണിക്കുന്ന സിംപ്ലസ്റ്റ് ഫോർമുല വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല. അതേസമയത്ത് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ദാറ്റ് ഗീവ്സ് ദ എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദാറ്റ് കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ എലമെന്റിന്റെയും എക്സാക്ട് നമ്പർ, കൃത്യമായ എണ്ണം കാണിക്കുന്ന യഥാർത്ഥ ഫോർമുലയാണ് ഇത് മോളിക്കുലാർ ഫോർമുല. ഈ മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻടു എൻ. എൻ കാണുന്ന ഇക്വേഷൻ ആണ് മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുല മോളിക്കുലാർ ഫോർമുല കാണാനുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% hydrogen, 24.27% carbon and 71.65% chlorine. Its molar mass is 98.96 gram. What are its empirical and molecular formulae? എലമെന്റ്സിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ ഉണ്ട്. നമുക്ക് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കാണണം. നമുക്ക് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഈ കോളങ്ങൾ നോക്കുക. ഫസ്റ്റ് എലമെന്റ്സ്, സെക്കൻഡ് പെർസെന്റേജ്, തേർഡ് അറ്റോമിക് മാസ്, ഫോർത്ത് പെർസെന്റേജ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസ്, ഫിഫ്ത്ത് സിമ്പിൾ റേഷ്യോ ആൻഡ് ദ ലാസ്റ്റ് കോളം ഈസ് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഹൈഡ്രജൻ, കാർബൺ ആൻഡ് ക്ലോറിൻ. ഹൈഡ്രജന്റെ പെർസെന്റേജ് 4.07, കാർബണിന്റെ പെർസെന്റേജ് 24.27, ക്ലോറിന്റെ പെർസെന്റേജ് 71.65. നമുക്ക് അറ്റോമിക് മാസ് കൂടി എഴുതാം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, കാർബണിന്റെ അറ്റോമിക് മാസ് 12, ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5. അടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ട് കോളങ്ങളെ ഡിവൈഡ് ചെയ്യണം. അതായത് പെർസെന്റേജിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഹിയർ 4.07 divided by 1 is equal to 4.07. Here 24.27 divided by 12 is equal to 2.02. Is equal to 2.02. Here 71.65 divided by 35.5 is equal to 2.02. Okay, അങ്ങനെ നമ്മൾ പെർസെന്റേജ് അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ സിമ്പിൾ റേഷ്യോ. ഈ സിമ്പിൾ റേഷ്യോ കാണുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ കിട്ടിയ ആൻസറിനകത്ത് ലീസ്റ്റ് നമ്പർ കൊണ്ട് ഈ ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ 2.02 ആണ്. ആ 2.02 കൊണ്ട് ഈ ഓരോ ടേമിനെ ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 4.07 ഡിവൈഡ് ബൈ 2.02. അപ്രോക്സിമേറ്റ്ലി 2 എന്ന് കിട്ടും. ഹിയർ 2.02 ഡിവൈഡ് ബൈ 2.02 is equal to 1 എന്ന് കിട്ടും. Here also 2.02 divided by 2.02 is equal to 1. അതിവിടെ കിട്ടിയ ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ഹോൾ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഫൈനൽ സ്റ്റെപ്പിന്റെ ആവശ്യം വരത്തില്ല. ഈ ഹോൾ നമ്പേഴ്സ് ഇതേപോലെ എഴുതി വെച്ചാൽ മതി. 2, 1, 1. ഇവിടെ കിട്ടുന്ന ആൻസേഴ്സ് ഹോൾ നമ്പർ അല്ലെങ്കിൽ അത് നമ്മൾ ഹോൾ നമ്പർ ആക്കണം. അത് നമ്മൾ ഏറ്റവും ലീസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അത് അങ്ങനെ കിട്ടുന്ന റേഷ്യോന്റെ പേരാണ് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. ഇവിടെ ഇപ്പോൾ ആ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല, കാരണം കിട്ടിയ ആൻസേഴ്സ് എല്ലാം തന്നെ ഹോൾ നമ്പേഴ്സ് ആയതുകൊണ്ട്. Therefore here we get the number of each atoms. That is hydrogen ന്റെ എണ്ണം 2,
number of carbon 1, number of chlorine 1. Therefore we can write the empirical formula. Hydrogen 2, carbon 1, chlorine 1. That is H2C1 Cl1. Okay, നമ്മൾ സാധാരണയായിട്ട് കാർബൺ വരുന്ന കോമ്പൗണ്ട്സിനകത്തല്ല കാർബൺ ആണ് ആദ്യം എഴുതുന്നത്. അതുകൊണ്ട് ഈ ഫോർമുല ഇങ്ങനെ എഴുതാം CH2Cl. നമ്മൾ ഈ 1 എന്നുള്ള നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് CH2Cl. ദിസ് ഈസ് ദ എംപിരിക്കൽ ഫോർമുല. അങ്ങനെ നമുക്ക് എംപിരിക്കൽ ഫോർമുല കിട്ടി CH2Cl. ഇനി നമുക്ക് മോളിക്കുലാർ ഫോർമുല കൂടി കാണണം. മോളിക്കുലാർ ഫോർമുല കാണുന്ന ഇക്വേഷൻ ആണ് എംപിരിക്കൽ ഫോർമുല ഇൻടു N. ഇവിടെ N എന്ന് പറയുമ്പോൾ മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഓക്കെ, മോളാർ മാസ് ക്വസ്റ്റിനകത്തുണ്ട്. എംപിരിക്കൽ ഫോർമുല മാസ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുല മാസ് കാണുന്നത് ഈ എംപിരിക്കൽ ഫോർമുലയ്ക്കകത്തുള്ള ഓരോ ആറ്റങ്ങളുടെയും അറ്റോമിക് മാസ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു കാർബൺ ആറ്റം ഉണ്ട്. കാർബണിന്റെ അറ്റോമിക് മാസ് 12 പ്ലസ് 2 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, 2 ഹൈഡ്രജൻ വരുമ്പോൾ 2 പ്ലസ് ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5. ഇത്രയോടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 49.5 എന്ന് കിട്ടും. That is the empirical formula mass. ഇന്ന് നമ്മൾ N കാണണം. N is equal to molar mass divided by empirical formula mass. Molar mass ക്വസ്റ്റിനകത്തുണ്ട് 98.96 divided by empirical formula mass 49.5. ഇത് ചെയ്യുമ്പോൾ approximate answer approximately 2 എന്ന് കിട്ടും. Therefore the value of N is 2. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല കാണാം. That is empirical formula into N. Empirical formula CH2Cl. That is CH2Cl into N2. Okay. ഇവിടുത്തെ ഓരോ നമ്പറിനെയും ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. That is here C1 ആണ്. C1 into 2. That is C2 എന്ന് വരും. ഇവിടെ H2 ആണ്. ഈ 2-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4. ക്ലോറിൻ Cl1 ആണ്. ഈ 1-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Cl2. Therefore this is the molecular formula. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അതുകൂടി നന്നായിട്ട് പഠിക്കുക. വേറെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയേജന്റ് ഓർ ലിമിറ്റിംഗ് റിയാക്ടന്റ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. ലിമിറ്റിംഗ് റിയേജന്റ് മീൻസ് എ റിയേജന്റ് ദാറ്റ് ലിമിറ്റ്സ് എ റിയാക്ഷൻ ഓർ എ റിയേജന്റ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ഇൻ എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന റിയേജന്റ് പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ് ഓർ ലിമിറ്റിംഗ് റിയാക്ടന്റ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഹിയർ 2H2 plus O2 gives 2H2O. That is 2 moles of hydrogen gas combines with 1 mole of oxygen gas to form 2 moles of water vapor. Okay, here the ratio is 2:1:2. അതായത് നമ്മൾ 2 മോൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ ഈ 2 മോൾ ഹൈഡ്രജൻ 2 മോൾ വാട്ടർ ആയിട്ടാണ് മാറുന്നത്. അതിന് എത്ര മോൾ ഓക്സിജൻ വേണം? 1 മോൾ. ഇവിടെ ഹൈഡ്രജൻ എത്ര മോൾ ഉണ്ടോ അതിന്റെ പകുതി മതി ഓക്സിജൻ. ഹൈഡ്രജൻ എത്ര മോൾ ഉണ്ടോ അത്രയും തന്നെ വാട്ടർ ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 മോൾ ഹൈഡ്രജനും 4 മോൾ ഓക്സിജനും എടുക്കുകയാണെങ്കിൽ എത്ര മോൾ വാട്ടർ കിട്ടും? ഏതാണ് ലിമിറ്റിംഗ് റിയേജന്റ്? നമുക്ക് റേഷ്യോ വെച്ച് നോക്കാം. Here the ratio between hydrogen, oxygen and water vapor is 2:1:2. Okay, നമ്മൾ 2 മോൾ ഹൈഡ്രജന് അതിന്റെ പകുതി മോൾ ഓക്സിജൻ മതി. അങ്ങനെ 4 മോൾ ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര മോൾ ഓക്സിജൻ വേണം? ഇതിന്റെ പകുതി, that is 2 മോൾ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു ഹൈഡ്രജൻ എത്ര മോൾ ഉണ്ടോ അത്രയും തന്നെ വാട്ടർ വേപ്പർ ഫോം ചെയ്യും. അതുകൊണ്ട് 4 മോൾ ഹൈഡ്രജൻ 2 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 4 മോൾ വാട്ടർ വേപ്പർ ഫോം ചെയ്യും. Therefore ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടുന്നത് ആരെയാണ്? ഹൈഡ്രജൻ. സോ ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ് ഓർ ലിമിറ്റിംഗ് റിയാക്ടന്റ്. ഓക്കെ, ഇതേ എക്സാമ്പിളിൽ ഞാൻ എടുക്കുന്നത് 12 മോൾ ഹൈഡ്രജനും 8 മോൾ ഓക്സിജനും ആണെങ്കിൽ എനിക്ക് എത്ര മോൾ വാട്ടർ കിട്ടും? 12 മോൾ ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ പകുതി ഓക്സിജൻ മതി. എന്ന് പറയുമ്പോൾ എത്ര മതി? 12ന്റെ പകുതി ആകുമ്പോൾ 6 മോൾ. അതായത് ഈ 8 മോളിനകത്ത് വെറും 6 മോൾ ഓക്സിജൻ മതി. ഓക്കെ, അതങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടുന്നത് ആരെയാണ്? ഹൈഡ്രജൻ. എത്ര മോൾ ഉണ്ട്? 12 മോൾ എടുത്തു, 12 മോൾ കൺസ്യൂം ചെയ്തു. സോ ഹിയർ ദ റിയേജന്റ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഈസ് ഹൈഡ്രജൻ ഓർ ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ 8 മോൾ ഓക്സിജൻ ഉണ്ടായിരുന്നു, അത് 6 മോൾ റിയാക്ട് ചെയ്യും. ബാലൻസ് ആയിട്ട് 2 മോൾ ഓക്സിജൻ വരും. ഓക്കെ, ഇനി 12 മോൾ ഹൈഡ്രജൻ
6 മോൾ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എത്ര മോൾ വാട്ടർ ഫോം ചെയ്യുന്നു ചോദിച്ചാൽ 12 മോൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ ഒന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കുക. നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നത് ദാറ്റ് ഈസ് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് അടുത്ത പഠിക്കേണ്ടത്. ഒരു സൊല്യൂഷനകത്തുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് 4 മെത്തേഡ്സ്: മാസ് പെർസെന്റ്, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി. ഇതിനകത്ത് മൊളാരിറ്റി ഈ 2 ടേം പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. നമ്മൾ ഈ വർഷം സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിനകത്ത് ഈ ടേംസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് മൊളാരിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. അതായത് 1 ലിറ്റർ സൊല്യൂഷനകത്ത് എത്ര മോൾ സൊല്യൂട്ട് ഉണ്ടോ അതിന് വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി. മൊളാരിറ്റിയുടെ യൂണിറ്റ് മോളാർ ഓർ മോൾ പെർ ലിറ്റർ. ഇനി മൊളാരിറ്റിയുടെ പ്രത്യേകത മൊളാരിറ്റി വോളിയവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് ടെമ്പറേച്ചർ ഡിപെൻഡന്റ് ആണ്. ദാറ്റ് ഈസ് വെൻ ടെമ്പറേച്ചർ ചേഞ്ചസ് മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഓൾസോ ചേഞ്ചസ്. ഓക്കെ, മൊളാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 2 gram സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ ഇനഫ് വാട്ടർ ടു ഫോം 400 ml സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ മൊളാരിറ്റി കണ്ടുപിടിക്കണം. ഇവിടുത്തെ സൊല്യൂട്ട് ആണ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോൾവെന്റ് ആണ് വാട്ടർ. ഓക്കെ, സൊല്യൂട്ടിന്റെ മാസ് ഉണ്ട് 2 gram. സൊല്യൂഷന്റെ വോളിയം ഉണ്ട് 400 ml. നമുക്ക് മൊളാരിറ്റി കാണണം. മൊളാരിറ്റി കാണാൻ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഉപയോഗിക്കാം. ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇവിടെ ആദ്യമായിട്ട് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾ കാണണം. നമ്പർ ഓഫ് മോൾ കാണുന്ന ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ്. ഇവിടെ തന്നിരിക്കുന്ന സൊല്യൂട്ട് NaOH ആണ്. അതിന്റെ മാസ് ഉണ്ട് 2 gram ആണ്. therefore given mass is 2 gram. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഈസ് NaOH ആണ്. NaOHന്റെ മോളാർ മാസ് അറ്റോമിക് മാസ് ആഡ് ചെയ്താൽ മതി. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23, ഓക്സിജന്റെ 16, ഹൈഡ്രജന്റെ 1 ആഡ് ചെയ്യുമ്പോൾ മോളാർ മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് 40 എന്ന് കിട്ടും. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH ദാറ്റ് ഈസ് സൊല്യൂട്ട് is equal to W by M. Here the W, the given mass is 2 gram divided by M, molar mass of NaOH 40. That is 2 by 40 എന്ന് കിട്ടും, or 1 by 20 എന്ന് എടുക്കാം, or 0.05 mol. Volume of solution is equal to 400 ml. ലിറ്റർ ആക്കുമ്പോൾ 400 divided by 1000 is equal to 0.4 liter. Molarity is equal to number of moles of solute divided by volume of solution in liter. Number of moles of solute is 0.05 divided by volume of solution 0.4. ചെയ്യുമ്പോൾ ആൻസർ 0.125 മോളാർ എന്ന് കിട്ടും. ഇതേപോലെ മറ്റൊരു കോൺസെൻട്രേഷൻ ടേം ആണ് മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ നൊട്ടേറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ M കൊണ്ടാണ്. Molarity is the number of moles of solute present per kilogram of solvent. Okay, that is molarity on the equation of number of moles of solute divided by mass of solvent in kilogram. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ മാസുമായിട്ട് ബന്ധപ്പെട്ട ടേം ആണ്. അത് വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, സോ മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് വൈൽ മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. യൂണിറ്റ് ഓഫ് മൊളാരിറ്റി ഈസ് മോളാൽ ഓർ മോൾ പെർ കിലോഗ്രാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. ഈ ചാപ്റ്ററിൽ നമ്മുടെ എക്സാമിന് മിനിമം 4 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ നോട്ട്സ് റെഫർ ചെയ്ത് പഠിക്കാം. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം.